അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രശ്മി പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും ഒരു ഔട്ടിങ്ങിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഔട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണാൻ വന്നിട്ടാണ്. ഏത് സിനിമയാണ്? ആടുത്തിരി. നമ്മുടെ ഒപ്പം വേറെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഈ സിനിമ ഒക്കെ കണ്ട് ഇറങ്ങിപ്പോവാണ്. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. നമ്മുടെ സമയം എന്നിട്ട് ലേറ്റ് ആയിരുന്നു നമ്മൾ വന്നപ്പോൾ. നമുക്ക് വന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. രശ്മിയോടെ കൂട്ടാക്കനെ കണ്ടിട്ട് പത്തനം വന്നിരിക്കുകയാണ്. ഞങ്ങൾ എടുക്കാൻ വെച്ചു. അപ്പോൾ എന്തായിരുന്നു ഇഷ്ടപ്പെട്ട ആളാ മൂവി? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് എനിക്ക് മറ്റേ ടൈം ട്രാവലർ അതിനകത്ത് സ്ത്രീ ലാഗായിട്ടുണ്ട്. പക്ഷെ കോമഡി എനിക്ക് നല്ലപോലെ എനിക്ക് മൂവി എൻജോയ് ചെയ്യാൻ പറ്റി. ചിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു മൂഡ് ഔട്ട് മൈൻഡ് ആയിരുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഞാൻ മനസ്സറിഞ്ഞ് ചിരിച്ചു. നന്നായിട്ട് ചിരിക്കാനുള്ള മൂവിയായിരുന്നു. അടിപൊളി എന്തായാലും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഷാജി പാപ്പൻ്റെ എൻട്രിയും ഒക്കെ പൊളിയായിരുന്നു. എല്ലാ സീനാണ്. എല്ലാവരും എന്തെങ്കിലും പോയി കണ്ടേക്കും. നല്ല അടിപൊളിയാണ്. നമ്മളിനി നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ നമുക്ക് കാണാൻ എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി രശ്മീനെ ഒറ്റയ്ക്ക് പോവാണ്. നമ്മളിതൊക്കെ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് പോകുന്നത്. നമുക്ക് രശ്മിയുടെ കൂടെ ഒപ്പിങ്ങനെ എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി ഞാൻ നല്ല ചെയ്തിട്ടുണ്ട്. ഇയാൾ നല്ല ചെയ്തിട്ടുണ്ട്. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് രശ്മി? അതെന്താണോ ആട് 2 എക്സ്പെക്ടേഷൻ വെച്ച് കാണാൻ എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ചല്ല പോയത്. പക്ഷെ എന്തോ ഒരു ചെറിയ ലാഗ് അവരുടെ ആ ഒരു സംഭവം വന്നില്ല. പക്ഷേ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ചിരിക്കാണ്ടായിരുന്നു. നന്നായിട്ട് ചിരിക്കാനുള്ള ഒരു പടമാണ്. എല്ലാവരും ഫസ്റ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യണം എന്തായാലും. അടിപൊളി. മൈൻഡ് ഫ്രീ ആയത് കണ്ടപ്പോൾ ആക്ച്വലി പൊള്ളി. നന്നായിട്ട് അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളൂ. ബാക്കി നമ്മൾ ഇനി എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്ന ഇവർക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് ഒക്കെ ഇതൊക്കെ ചെന്ന് കൊടുക്കണ്ട. നമുക്ക് വേറെ മിസ് ചെയ്യും. പക്ഷെ അങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് റിയൽ ആയിട്ടുള്ള എനിക്ക് ട്രൂ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഞങ്ങളൊരു ട്രൂ ഫ്രണ്ട്സ്. എന്താണ് ഇങ്ങനെ അഭിനയം ഇങ്ങനെ വെത്തരല്ലേ എന്താ നിങ്ങൾ പറഞ്ഞ പോലെ രശ്മിക്ക് മാത്രം പടങ്ങളൊക്കെ ഇഷ്ടപ്പെടില്ല. ബാക്കി ഞങ്ങൾക്ക് যেন আমার সরল মন থেকে দুষ্টুমি কোনোদিন যাবে না। ঝিঙ্কা চিকা ঝিঙ্কা চিকা ঝিঙ্কা চিকা ঝিকাঙ্কা. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ചെറായിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിച്ചത് ടേബിൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. സ്കൂൾക്കുള്ളിൽ ഈ ഞങ്ങൾ ചെറായിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ആരാ നടക്കുന്നത്? ഞാൻ മനസ്സിലാക്കി എന്നെ കൂട്ടാൻ നടക്കുന്നത് രശ്മി ഗൗരി. ആ എൻ്റെ ഗ്ലാസ് അടിച്ച് മാറ്റി വെച്ചേക്കുന്നു ഗൈസ്. ഗ്ലാസ് വെച്ചിട്ട് കുറച്ച് കാണാൻ പറ്റുന്നില്ല. എന്നാലും അടിച്ച് മാറ്റി വെച്ചേക്കുന്നത്. നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ വീട്ടിൽ പോകും. ഇവിടെ ലാസ്റ്റത്തെ ഒരു വീഡിയോയിൽ ഷോർട്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രശ്മി പോകുകയാണെന്നുള്ളത്. എങ്ങോട്ടാണ് പോകണത്, എന്തിനാണ് പോകണമെന്നൊക്കെ ഉള്ളത് നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ പറയുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് രശ്മിനോട് തന്നെ ചോദിക്കാം. എങ്ങോട്ടാണ് പോകണത്, എന്തിനാണ് പോകണത് എന്നൊക്കെ ഉള്ളത്. രശ്മി ഇവിടെ രശ്മിയുടെ ഇതാണ് രശ്മി. രശ്മി എന്നെ പറയും. രശ്മി എങ്ങോട്ടേക്കാണ് പോകണത്? ഞാൻ പോവാണ് ഗൈസ്. ടാറ്റ. എവിടെ പോകണേ? ജോബ് സെറ്റായി. ഞാൻ ചെന്നൈക്ക് പോവാണ്. നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്ത് നമ്മുടെ കുട്ടി പോകുകയാണ് ചെന്നൈയിലേക്ക്. വർക്ക് കിട്ടി പോകാൻ 2 years കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദീപിന്റെ പോലെ വരൂല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാലും വി വിൽ മിസ് യു. കോഴ്സ് ഐ ഡു. ബിക്കോസ് എന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് വരുമ്പോൾ വള്ളി പിടിക്കുമ്പോണ്ടല്ലോ മെയിനായിട്ട്. കാരണം ഞാൻ കുറെ വള്ളി പിടിക്കുന്ന ആളാണ്. ഞാൻ അവിടെ പോയി വള്ളി പിടിച്ചിട്ട് വന്നിട്ട് കിടന്ന കാര്യം അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ പെട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സോ അതിനൊക്കെ എന്നെ എന്താണ് ഓവർകം ചെയ്തതിന് അതിനൊക്കെ രക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരാളാണ് മെയിൻ. ആ രശ്മി എന്നെ വിട്ടിട്ട് പോകണേ. അതല്ല ഗൗരിനെ വിട്ടിട്ട് പോവാണ്. ബട്ട് കൂടുതൽ ഞാനും രശ്മിയും എത്ര നാളോട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് അംഗനവാടി മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ +1 എത്തിയപ്പോൾ 2 ഇതിലായി. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇടയിൽ ഒരു ചെറിയ പടക്കുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അത് ആഘോഷിച്ചവരുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ആഘോഷിച്ചവരുണ്ട്.
സ്റ്റിൽ ഞങ്ങളിപ്പോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ് മക്കളെ. ഇതേ രണ്ടും കൂടി ഇതേപോലെ സെറ്റ് ആയിട്ട് വീണ്ടും പിന്നെ വരുന്നതാണ്. അല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക് വഴക്ക് എന്തായാലും ഉണ്ടാവും. ഓഫ് കോഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. വഴക്കില്ലെങ്കിൽ എന്ത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? അപ്പൊ എന്തായാലും പറഞ്ഞു 2 വർഷം ഞങ്ങൾ മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്. അതാണ് ആലോചിക്കണം. അംഗനവാടി തൊട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടന്നിട്ട് 2 വർഷം മിണ്ടാണ്ടിരുന്നു. ഇത് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഒന്നിച്ച്. അതും ഭയങ്കര ഒരു ഇമോഷണൽ ആയിരുന്നു. എനിക്കിന്റെ ചുറ്റും കരയൊക്കെ ചെയ്ത് സോ അത് കൊണ്ടിട്ട് ഇനി കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ലാസ്റ്റത്തെ ലോകാവാം. ഞാൻ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. എന്തായാലും ഓഫ് കോഴ്സ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടി ഉണ്ടാവണം. ബൈ 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 ബൈ. കൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ